കഴിച്ചിട്ടില്ല, ഒരിക്കലും കഴിച്ചിട്ടില്ല. ഇത്രയും നല്ല മദ്യം കഴിച്ചിട്ടില്ല. ഇത് വെറും ഒരു തുടക്കം മാത്രം. ഞാൻ അമ്മാവന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പൊ കൊണ്ടുവരാം ബൊക്കാടി. എന്താടി? മെക്സിക്കൻ റം ബൊക്കാടി. മോളെങ്ങനെ കുടിക്കോ? അയ്യോ, മദ്യം കേട്ടാ അവൾക്ക് കലി വരും. അയ്യോ, മോക്ക് പിന്നെ എന്തിനോടാ കൂടുതൽ ഇഷ്ടം? അവൾക്ക് കപ്പയും മീൻകറി ഇടും. എങ്കിൽ ഞാൻ വരുമ്പോ കൊണ്ടുവരാം. കപ്പയും മീൻകറിയും കൂട്ടത്തിൽ മീൻ പൊരിച്ചും കൂടെ ആയിക്കോട്ടെ. അതും കൊണ്ടുവരാം. മോള് നല്ല വെളുപ്പാണോ? അയ്യോ, വെളുപ്പാണെന്ന് ചോദിച്ചാൽ നല്ല വെളുത്ത് വെളുത്ത് അസ്പരസിനെ പോലെ ഇരിക്കും. അപ്സരസിനെ സാറ് കണ്ടിട്ടില്ല, പക്ഷെ ഊഹിക്കാൻ പറ്റുന്നുണ്ട്. ഹൈറ്റ് എങ്ങനെ? ഉയരം? തെങ്ങ് കണ്ടുണ്ടോ? തെങ്ങ് വലിയൊരു തെങ്ങിന്റെ അത്രയും വരും. ഒരു ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നു. അല്ലേ അപ്പുക്കുട്ടൻ? എന്റെ അല്ലല്ല, കുട്ടിയുടെ. നേരിട്ട് കാണാലോ സർ. പിന്നെ അതെ, എന്നാലും അമ്മ കുടിക്കൂ. കുടിക്കും, ഞാൻ കുടിക്കും. കുടിക്കൂ. കേട്ടോ അമ്മായി, വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ ഇതുപോലുള്ള ടൈ കെട്ടാൻ പാടുള്ളൂ. അപ്പുക്കുട്ടനെ കണ്ടില്ലേ? അവനിതില്ല. ഞാൻ നിന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇതിങ്ങനെ കഴുത്തിലിട്ട് മുറുക്കിയ ശ്വാസം മുട്ടത്തില്ലേ കുഞ്ഞേ? ശ്വാസം വിടുന്നത് മൂക്കിലൂടെ അല്ലേ? അതിന് കുഴപ്പം വരില്ല. എനിക്ക് ഇപ്പൊ ബിരിയാണി വേണം. ബിരിയാണി എവിടെ? ഇങ്ങനെ മാറ്റിക്കുന്നാ തോന്നുന്നു. കുറച്ച് നാറിക്കോട്ടെ. ബിരിയാണി ഉണ്ടോ? പഴയ എഞ്ചിനല്ലേ, മൂപ്പര് 9 ക്ലീൻ ആയിട്ട് കീറി. എവിടാ ബിരിയാണി? ഓ ശരത്, നമുക്ക് തെറ്റി. ഓ അല്ല, എനിക്ക് തെറ്റി. എന്നോട് ക്ഷമിക്ക് രാജേന്ദ്ര. ഞാൻ ലോകം കണ്ടത് നിന്ന. നീ വെറും മാനേജറല്ല, ദൈവത്തിന്റെ മാനേജറാ. സാറാണെന്റെ ദൈവം. Downfall of a great emperor. രവേട്ടിനെ കുറച്ചു ദിവസമായി കണ്ടില്ല. നിൽക്കൂ. വല്ല കുഴപ്പമുണ്ടായോ? മണ്ണാർക്കാട് ഞാൻ പുതുതായി വാങ്ങിയ 250 ഏക്കറിൽ റബ്ബർ പ്ലാന്റേഷന്റെ പണിയെടുക്കുകയായിരുന്നു. ഇവിടെ വന്നപ്പോ ചില ന്യൂസുകൾ കേട്ടു. രാധി അങ്ങനെ ഒരു ബുദ്ധിമോശം ചെയ്യില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചില്ല. ഇനി വിശ്വസിക്കുന്നതാ നല്ലത്. അമ്മായി, ഞാനിവിടെ ഇല്ലായിരുന്നു. മണ്ണാർക്കാട് ഞാൻ പുതുതായി വാങ്ങിയ 250 ഏക്കറിൽ റബ്ബർ പ്ലാന്റേഷന്റെ പണി നടക്കുകയായിരുന്നു, ഞാൻ അറിഞ്ഞു. ഇനി ഇപ്പൊ രവി ആ പണിയൊക്കെ തീർത്തിട്ട് ഇങ്ങോട്ട് വന്നാ മതി. അല്ല അമ്മായി, ഒരു ന്യൂസ് കേട്ടു. അമ്മാവൻ എവിടെ? അമ്മാനൂടെ ഉണ്ട്. രവി പൊയ്ക്കോ. വെറുതെ അങ്ങേരുടെ വായി ഇരിക്കുന്നതും കൂടി കേക്കണ്ട. എന്തുണ്ടായി? എന്റെ ആങ്ങളയുടെ മോനെ കൊച്ചാക്കാൻ വേണ്ടി രവി പറഞ്ഞതൊക്കെ നുണയാണെന്ന് അങ്ങേര് അറിഞ്ഞു. അങ്ങേര് മാത്രമല്ല, ഞാനും കൂടെ പോയി എല്ലാം നേരിട്ട് കണ്ടു. എന്ത് കണ്ടു? കാണേണ്ടതൊക്കെ കണ്ടു. രാജേന്ദ്രൻ ഇവിടെ മാനേജർ മാത്രമല്ല, രാജാവ്. അറിയോ? രവി ഇപ്പൊ വന്ന് നന്നായി. അമ്മാവ, ഞാൻ മണ്ണാർക്കാട് പുതുതായി വാങ്ങിയ 250 ഏക്കറിൽ റബ്ബർ പ്ലാന്റേഷന്റെ പണി നടക്കുകയായിരുന്നു. എങ്ങനെ അറിഞ്ഞു? പത്രത്തിലുണ്ടായിരുന്നു, ഓ, റേഡിയോയിലും പറഞ്ഞു. ആഹാ. എന്റെ രവി, നീ 250 3500 അങ്ങനെ എത്ര ഏക്കറിൽ വേണമെങ്കിൽ റബ്ബർ നട്ടോ. പക്ഷേ നട്ടാ പൊടിക്കാത്ത വിത്തുകൾ ഈ വീട്ടിൽ വരയ്ക്കണ്ട. അമ്മാവനിങ്ങനെ നീ എന്റെ പെങ്ങളുടെ മോനാന്നുള്ളതൊക്കെ ശരിയാ. എന്നാലേ ഈ നുണയന്മാരെ എനിക്ക് ഭയങ്കര വെറുപ്പാ. റബ്ബർ തോട്ടമുള്ളവർക്ക് കല്യാണം കഴിക്കാൻ പാടുള്ളുന്നുണ്ടോ രവേട്ട? പക്ഷേ റബ്ബർ തോട്ടമുള്ളവർക്ക് കല്യാണം കഴിച്ചുകൂടാന്നുണ്ടോ? റബ്ബർ ഉള്ളവൻ റബ്ബർ ഉള്ളവളെ കിട്ടുന്ന നല്ലത്. റബ്ബറും തമ്മിൽ കല്യാണം. ഇവൾക്കും റബ്ബറില്ല, രാജേന്ദ്രനും റബ്ബറില്ല. അതുകൊണ്ട് ഇവര് തമ്മിലുള്ള കല്യാണം നടക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. അമ്മാവ, എന്തൊക്കെയായാലും എനിക്ക് രവേടിന്റെ അനുഗ്രഹം വേണം. ഇതിനൊക്കെ നീ അനുഭവിച്ചില്ലെങ്കിൽ നോക്കിക്കോടി. ചുമ്മാ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. എന്റെ കമ്പനിയിലെ ജീവനക്കാർ എങ്ങനെയൊക്കെ കഴിയുന്നുവെന്ന് ഞാൻ നോക്കണമല്ലോ. സാർ ഇത് ആദ്യമായിട്ടാ നോക്കുന്നത്. സമയം കിട്ടാഞ്ഞല്ലേ അപ്പക്കുട്ടാ. രാജേന്ദ്രൻ നാട്ടിൽ പോയിരിക്കല്ലേ? എന്തായി? ഓഫീസിൽ വെച്ച് ഇന്നലെ ചോദിക്കാവത്തില്ല. അവന്റെ കല്യാണം നിശ്ചയിച്ചു. എന്നിട്ട് ഇതുവരെ ഇൻവിറ്റേഷൻ ഒന്നും കണ്ടില്ല. അവൻ പറഞ്ഞത് ഇവിടുന്ന് ആരെയും ക്ഷണിക്കുന്നില്ലെന്ന്. അതെങ്ങനെ ശരിയാവുന്നത്? അതങ്ങനെ ശരിയായിക്കോളും. ഇതാകെ ചെറിയ മട്ടിലുള്ള ഒരു ചടങ്ങല്ലേ സാർ. ആയിക്കോട്ടെ, ഓഫീസിലുള്ള മറ്റേ ലെവലാദികളൊന്നും ക്ഷണിക്കണ്ട. പക്ഷെ ഞാൻ വരാതെ പറ്റുകയല്ലോ. അങ്ങനെ സാറിനെ മാത്രം ക്ഷണിച്ച ആളുകൾക്ക് സംശയാവും. എന്ത് സംശയിക്കാൻ? അല്ല, ഇപ്പൊ അവൻ മാനേജർ ആയപ്പോ തൊട്ട് തന്നെ ആളുകൾക്ക് പല പല സംശയങ്ങളാ. സാറിനെ പറ്റി ഒന്നാമത് ഓഫീസിൽ വളരെ മോശ അഭിപ്രായമാണല്ലോ. ഒരു സാരി എടുത്ത് കമ്പേ ചുറ്റിയ സാർ അതിന്റെ പുറകെ പോകും എന്ന് ആളുകൾ പറയുന്നത്. അത്രയ്ക്ക് മോശം അഭിപ്രായമാണ് എന്നെ പറ്റി? അത്രയ്ക്ക് മോശമല്ല, എന്നാലും വളരെ മോശ അഭിപ്രായമാണ് സാർ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, അവൻ കല്യാണം കഴിഞ്ഞ് പോരട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം. അത് ശരിയാവില്ല.
അപ്പുക്കുട്ടൻ ചിലതൊക്കെ എന്നോട് ഏറ്റവുകൊണ്ടാണ് ഞാൻ അവനെ പിടിച്ച് മാനേജാക്കിയത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് ഉള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയാം. സാർ അത് വൃത്തികേടല്ലേ സാർ? നമുക്ക് കല്യാണത്തിന്റെ അന്ന് ഇവിടെ ഒരു റിസപ്ഷൻ നടത്തണമെന്നും പറഞ്ഞ് പെണ്ണിനെയും കൊണ്ട് ഇങ്ങ് പോരൂ എന്ന് പറയാം. അതുപോലെ റിസപ്ഷനല്ലേ നല്ലത്? അപ്പോ നമ്മൾ കല്യാണത്തിന് പോകണ്ട? റിസപ്ഷനല്ലേ കല്യാണത്തെക്കാൾ നല്ലത്? എന്നാ അങ്ങനെ ചെയ്യാം. അക്കാര്യം അവനെ അറിയിച്ചേക്ക്. ഗംഭീരമായ ഒരു ഹോട്ടൽ, ഗംഭീരമായ റിസപ്ഷൻ. ഹോട്ടലാണ് നല്ലതല്ലേ? അതെ. എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. എന്താ സാർ ഇത്? ഒരു സന്തോഷം, ഒരു സന്തോഷം. ഇടത് കാല് വെച്ച്, അല്ലല്ല വലത് കാല് വെച്ച് എല്ലാവരും കയറിക്കോളൂ, കയറിക്കോളൂ. അതെ, കൊച്ചു കള്ള വൃത്തിയായല്ലോ. കുട്ടി, ഇവനെ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടേക്കണേ കമ്പനിയിലേക്ക്. കമ്പനിയിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു മനസമാധാനവും ഇല്ല. തൽക്കാലം അതൊന്നും ഓർമ്മിക്കേണ്ട. ഓർമ്മിച്ചാൽ അത് ഫസ്റ്റ് നൈറ്റിനെ ബാധിക്കും. വേണ്ട, പിന്നെ മതി. ഞാനേ എനിക്ക് ഉച്ചവരെ ലീവ് ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് സ്ഥലം വിടുകയാണ്. അല്ലെങ്കിലും അപ്പുക്കുട്ടൻ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോ ബിസിയാണല്ലോ. വിട്ടോ വിട്ടോ വിട്ടോ. അതെ, മിസ്സസ് രാജേന്ദ്രൻ, സംഭവ ബഹുലമായ ഒരു അർദ്ധരാത്രി ആശംസിക്കുന്നു. ഹലോ, മീ ടു ലീവ്. ആളൊരു പ്രത്യേക ടൈപ്പാ. കല്യാണത്തിന് ഞങ്ങളൊന്നും വിളിച്ചില്ലല്ലേ? പറ്റില്ല. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. സാർ എന്നെ ഒരുപാട് തവണ അന്വേഷിച്ചെന്ന് അപ്പുക്കുട്ടൻ നായർ പറഞ്ഞു. നാട്ടിൽ പല പല പ്രശ്നങ്ങളായിരുന്നു സാർ. വരാൻ വൈകിയതിൽ ക്ഷമിക്കണം. ക്ഷമിക്കില്ലേ സാർ? ഇല്ല. താനെന്ത് മനുഷ്യനാടോ? എന്റെ കമ്പനി മാനേജരുടെ കല്യാണം കഴിച്ചിട്ട് ദിവസം എത്രയായി? മാരേജ് കപ്പിളിന് എത്രയും പെട്ടെന്ന് റിസപ്ഷൻ കൊടുക്കാന്നുള്ളത് കമ്പനി ബൈലോയിൽ പറഞ്ഞിട്ടുള്ളതാ. അറിയാവോ തനിക്ക്? എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു സാർ. എന്നാ ഇപ്പൊ പറഞ്ഞല്ലോ. ഇന്ന് തന്നെ ഞാൻ റിസപ്ഷൻ അറേഞ്ച് ചെയ്യാൻ പോവാ. ഇന്നോ? ഇന്നും ബുദ്ധിമുട്ടാണ്. എന്ത് ബുദ്ധിമുട്ട്? ശരിയെങ്കിൽ നാളെ ആക്കാം. നാളെയും ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാ? ഞാൻ ഭാര്യയെ കൂടെ കൊണ്ടുവന്നില്ല സാർ. വാട്ട് ഡു യു മീൻ? എന്റെ ഭാര്യ ഭാര്യ രോഗശയ്യയിലാണ് സാർ. എന്താ എന്താ? ആകാംക്ഷ കൊണ്ട് ഞരമ്പുകൾ തളരുന്ന ഒരുതരം രോഗം, ആൻസൈറ്റിക്കോ ന്യൂറോട്ടോമ. അങ്ങനെ ഒരു രോഗമുണ്ടോ? ഡോക്ടർ അങ്ങനെയാ പറഞ്ഞത്. എന്നിട്ട് കിടപ്പില, മരുന്ന് കഴിക്കുന്നു. കഷ്ടമായി പോയല്ലോ. എങ്കിൽ നമുക്ക് തന്റെ വീട് വരെ ഒന്ന് പോകാം. തന്റെ ഭാര്യയുടെ രോഗം അന്വേഷിക്കേണ്ടത് എന്റെ കൂടെ കടമയാണല്ലോ. അത് നടക്കില്ല സാർ. എന്ത് നടക്കില്ലെന്ന്? സന്ദർശകരെ അനുവദിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഞാൻ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. അല്ല, ഞാൻ രോഗിയുടെ അടുത്തേക്കൊന്നും പോകുന്നില്ല. ജനലിൽ കൂടിയെങ്കിലും ഒരു നോക്ക് കണ്ടേച്ച് പോരാമല്ലോ. പക്ഷെ അവൾ കിടക്കുന്ന മുറിക്ക് ജനലേ ഇല്ല സാർ. ഓ, ടെറസ് വീടാണോ തന്റെ? അല്ല സാർ, ഓടിട്ടതാ. എങ്കിൽ മോന്തായത്ത് കയറി ഓട് നീക്കി ഞാൻ രോഗിയെ കണ്ടോളാം. എന്താ? ഞാനിപ്പോ പോ, നമുക്ക് പിന്നെ കാണാം. താങ്ക് യു സാർ. പിന്നെ ഞാൻ ഈ ഓഫീസിൽ വീണ്ടും പ്യൂണായിട്ട് വന്നാൽ മറ്റുള്ളവർ പരിഹസിക്കും. അതുകൊണ്ട് ഞാൻ മാനേജറായിട്ട് തന്നെ മുൻപോട്ട് പോയിക്കോട്ടെ സാർ. താൻ എങ്ങനെ വേണമെങ്കിലും പോയിക്കോളൂ, എനിക്ക് പ്രശ്നമല്ല.